കിട്ടി KVR എത്തിയിട്ടുണ്ട്. കുറേ റൂമിൽ കയറി ഇറങ്ങിയിട്ട് സത്യം പറയാം ഒരു 5-6 റൂമിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഓടിച്ചു, പക്ഷേ അതിന് സംഭവം കിട്ടി. ഞാൻ ഹാപ്പി. ഗൈസ് അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ച കാര്യമാണ് എങ്ങനെയാണ് ഇവിടുത്തെ ഫിക്സിയോൺ ഇരിക്കുന്നത്, പിന്നെ ഇവിടുത്തെ ഓഫ്നഹാൾ ടിറ്റിൽ. അപ്പോൾ ഈ ഓഫ്നഹാൾ ടിറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാർഡായിട്ടാണ്. അപ്പോൾ ഓഫ്നഹാൾ ടിറ്റിൽ കിട്ടുന്നതിന് മുമ്പും അതല്ലെങ്കിൽ അത് തീർന്ന് കഴിയുമ്പോഴാണ് നമുക്ക് കിട്ടുന്നതാണ് ഫിക്സിയോൺ വിസ എന്ന് പറയുന്നത്. അത് ഇതുപോലെ പേപ്പറായിട്ടാണ്. അപ്പോൾ ഫിക്സിയോൺ വെച്ച് നാട്ടിൽ പോകാൻ പറ്റുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ പോകാൻ പറ്റും. ഏത് കേസിൽ? ഫിക്സിയോണിൽ ഇതുപോലെ 4ാമത്തെ പാരഗ്രാഫാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നാട്ടിൽ പോകുന്നതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഷെങ്കൻ കൺട്രീസ് നമുക്ക് ട്രാവൽ ചെയ്യാം. പക്ഷേ 4 അല്ല, വേറെ ഏതെങ്കിലും പാരഗ്രാഫ് ആണെങ്കിൽ നമുക്ക് നാട്ടിൽ പോകാൻ പറ്റത്തില്ല. നാട്ടിൽ പോയാൽ തിരിച്ചു കയറാൻ പറ്റത്തില്ല, അത്ര തന്നെ. പിന്നെ വേറൊരു വിഷയം വരാറുള്ളത്, ഇവിടുത്തെ പല എയർപോർട്ടുകളിലും ഇൻ കേസ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ എന്താണ് ഈ ഫിക്സിയോൺ പേപ്പർ ഉണ്ടെങ്കിൽ എന്താണെന്ന് ചോദിക്കാറുണ്ട്. വളരെ സ്വാഭാവികമായ ചോദ്യമാണ്. പിന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നല്ല ടൈം എടുക്കും. പിന്നെ അതുപോലെ തന്നെ ഫിക്സിയോൺ എപ്പോഴും വർക്കാവുന്നത് പാസ്പോർട്ട് വേണം. പാസ്പോർട്ടിനപ്പം മാത്രമാണ് ഫിക്സിയോൺ നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇൻ കേസ് നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണ്, ഇൻ കേസ് നിങ്ങൾ ട്രെയിനിൽ വെച്ച് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഇവിടുത്തെ പെർമിറ്റ് വയ്ക്കുകയാണെങ്കിൽ ഫിക്സിയോണും അതുപോലെ തന്നെ പാസ്പോർട്ടും കാണിക്കണം, മസ്റ്റാണ്. അതില്ലെങ്കിൽ അത് വാലിഡ് അല്ല. നോർമലി ഞാൻ കേട്ടിട്ടുണ്ട് ഫിക്സിയോൺ വിസയ്ക്ക് എത്രയോ പേയ്മെൻ്റ് ഒക്കെ ഉണ്ടെന്ന്, ഏകദേശം 10 തൊട്ട് 13 യൂറോ ഒക്കെ വരെ. പക്ഷേ എൻ്റെ അടുത്ത് അവരൊന്നും ചോദിച്ചില്ല. എനിക്ക് നേരെ ഫിക്സിയോൺ അടിച്ചു തരായിരുന്നു. അതിനെക്കുറിച്ച് എൻ്റെ ഐഡിയ ആക്ച്വലി ഫ്രീ ആണോ അല്ലെങ്കിൽ പൈസ ഉണ്ട്?